ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യണമെന്നും അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് എത്രത്തോളം കൂട്ടാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുകയല്ല വേണ്ടത്. ആദ്യം നമ്മൾ വേണ്ടത് വിരലിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത്രയും നമ്മൾ എണ്ണുന്ന ഒരു സമയമെങ്കിലും നമ്മൾ വാഹനം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടണം. നമ്മൾ ഗിയർ മാറ്റാനോ റിവേഴ്സ് എടുക്കാനോ അതുപോലെ തന്നെ ഫ്രണ്ട് എടുക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വിരലിൽ ഒരു 10 വരെ എണ്ണുന്ന സമയമെങ്കിലും നമ്മൾ വാഹനത്തിന് കൊടുക്കണം. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാത്രി നമ്മൾ വച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിരലിൽ ഒരു 10 വരെ എണ്ണുന്ന സമയമെങ്കിലും നമ്മൾ വാഹനത്തിന് സമയം കൊടുക്കണം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുകൊണ്ട്. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻജിൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ കൂട്ടാനുള്ളൊരു ചാൻസാണിത്. നിങ്ങളുടെ എൻജിൻ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ ഇരിക്കും. അല്ലാത്ത പക്ഷം എന്താവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻജിൻ ലൈഫ് കുറയാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഉദാഹരണത്തിന് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. രാത്രി നിങ്ങൾ ഉറങ്ങി, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ പാട് തന്നെ നിങ്ങൾ ഓടൂല. ഒരിക്കലും നിങ്ങൾ ഓടത്തില്ല എഴുന്നേറ്റ പാട് തന്നെ. നിങ്ങൾ എഴുന്നേറ്റു, അതുപോലെ തന്നെ ബെഡിൽ ഒരു 2 മിനിറ്റ് ബെഡിലിരുന്ന് സാവധാനം നമ്മൾ എഴുന്നേക്കുള്ളൂ. പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തലചുറ്റലുൾപ്പെടെ പല സംഭവങ്ങളും വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് വാഹനവും. സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിൻ്റെ ആ ഒരു കണ്ടീഷനെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. ഈ ഒരു കാര്യം വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ അങ്ങേയറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഈ ഗ്ലാസ് കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. അല്ലാത്ത പക്ഷം എന്താവും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പരിസരത്തൊക്കെ പൊടി കംപ്ലീറ്റ് ആവും. നമുക്കിപ്പം ഇൻറ്റീരിയർ സർവീസിനൊക്കെ കൊടുക്കാനേ നമുക്ക് സമയം കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ ഗ്ലാസ് ക്ലോസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ 4 ഗ്ലാസും നമ്മൾ താഴ്ത്തിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ 4 ഗ്ലാസും നമ്മൾ താഴ്ത്തി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഓടിക്കുക. അതായത് കുറച്ച് ദൂരം ഓടുമ്പോഴേക്കും പുറത്തുനിന്നുള്ള എയറൊക്കെ കംപ്ലീറ്റ് കയറി നമ്മുടെ വാഹനത്തിൻ്റെ അകം മൊത്തമുള്ള എയർ, അതായത് ആദ്യം നിലനിന്നിരുന്ന ആ ഒരു വായുവൊക്കെ പുറത്തോട്ട് പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ വാഹനത്തിൻ്റെ അകത്തോട്ട് കയറും. ഈ ഒരു സമയത്ത് വാഹനത്തിൽ നല്ല രീതിക്കുള്ള ചൂടൊക്കെ പോയി നല്ല തണുപ്പാകാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാവും. ശേഷം നമ്മൾ എന്ത് വേണം, ഈ ഗ്ലാസ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എ സിയുടെ മോഡ് നമ്മൾ പുറത്തുനിന്ന് അകത്തോട്ട് എയർ വലിക്കുന്ന രീതിയിൽ ഇടുക. പുറത്തുനിന്ന് അകത്തോട്ട് നമ്മൾ എയർ വലിക്കുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം കുറച്ച് ഒരു 10-15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കാറിൻ്റെ അകത്തു നിന്ന് മാത്രം എയർ വലിക്കുന്ന മോഡിലോട്ട് നമ്മൾ ഇടാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വലിയ ഉപകാരമാണ് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തിനെ, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനെയും ബാധിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള അപകടം ഒഴിവാക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ആണ് ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റും. കാരണം ചില ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ വെയിലത്ത് നിർത്തിയിട്ട കാറുകൾ പലതും അതേപടി തന്നെ എ സി ഇട്ടുകൊണ്ട് കാർ എടുക്കുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ടതാണെങ്കിൽ നമ്മൾ പരമാവധി നമ്മൾ ഗ്ലാസ് തുറന്നുകൊണ്ട് ഓടിക്കുക. നമ്മൾ ഗ്ലാസ് തുറന്നുകൊണ്ട് ഓടിച്ചിട്ട് അതിനുശേഷം നമ്മൾ അത്യാവശ്യം കാറിൻ്റെ അകം മൊത്തം കാറായിക്കോട്ടെ ഏത് വാഹനമായിക്കോട്ടെ വാഹനത്തിൻ്റെ അകം മൊത്തമായിട്ടൊന്ന് തണുപ്പ് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഗ്ലാസ് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ശേഷവും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ അകത്തോട്ട് നല്ല ഫ്രഷ് എയർ വലിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തുനിന്ന് അകത്തോട്ട് എയർ വലിക്കുന്ന രീതിയിൽ നിങ്ങൾ വാഹനത്തിൻ്റെ എ സിയുടെ മോഡ് ഇടുന്ന സമയത്ത് പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വാഹനത്തിൻ്റെ പൊല്യൂഷനോ കാര്യങ്ങളോ നല്ല രീതിക്ക് പുക പിടിച്ചു പോകുന്ന ഏതെങ്കിലും വാഹനമോ ഒന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അകത്തോട്ട് വലിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇടാൻ പാടില്ല. അതൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം നിങ്ങളത് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള വാഹനത്തിൻ്റെ ആ ഒരു പുക അല്ലെങ്കിൽ അതുപോലെ തന്നെ കാര്യങ്ങളും അകത്തോട്ട് വലിച്ചു കയറ്റും. അത് ഇതിനേക്കാളും വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു പരിസരത്ത് നിന്നായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഗ്ലാസ് കംപ്ലീറ്റ് തുറന്നിട്ടിട്ട് നിങ്ങൾ ഓടിക്കുക. കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം മതി ഗ്ലാസ് കംപ്ലീറ്റ്. അതായത് അങ്ങനെ ഓടിക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള എയർ അകത്തോട്ട് കയറുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ തണുത്ത് വരും. മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണം കംപ്ലീറ്റ് ഉരുകിയിട്ട് നമ്മുടെ അകത്തുള്ള വായു കംപ്ലീറ്റ് മലിനമായിട്ടുണ്ടാവും. ആ മലിനം പിടിച്ച വായു കംപ്ലീറ്റ് പുറത്തോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് എയർ ശ്വസിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ശരീരത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പൊടിയാണ്. അപ്പോൾ നമ്മൾ എ സി ഇടുന്ന സമയത്ത് ഈ പൊടി തന്നെയാണ് നമ്മൾ ശ്വസിച്ച് നമ്മളുടെ മൂക്കിലോട്ടും ലെൻസിലോട്ടെല്ലാം നമ്മൾ വലിച്ച് കയറ്റേണ്ടത്.
അപ്പോൾ കാറിൽ പറ്റുവാണെങ്കിൽ ഒരു ചെറിയ ഒരു വാക്യൂം ക്ലീനർ നിങ്ങൾ മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ രാവിലെ മോർണിംഗിൽ നിങ്ങൾ കാറ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് പൊടിയും നിങ്ങൾ സക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു സമയം കൂടെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ കണ്ടെത്തണം എന്ന് പറയുന്ന സമയം അത് മറ്റാർക്കും വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണെന്ന് ചിന്തിച്ച് ചെയ്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്, അത് മറ്റാരും വന്ന് ചെയ്യില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ആദ്യം ചെയ്യുക. ചെറിയൊരു വാക്യൂം ഇപ്പം ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ 1200 രൂപ മുതൽ 1500 രൂപ മുതലൊക്കെ വളരെ ചെറിയതായിട്ടുള്ളൊരു വാക്യൂം കിട്ടാനുണ്ട്, കാറിലൊക്കെ വെക്കാൻ പറ്റുന്നത്, റീചാർജബിൾ ആണ്. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള പൊടി വെച്ചിട്ടൊന്നും ആരും വാഹനം ഉപയോഗിക്കരുത്, കാരണം അത് നമ്മുടെ ആരോഗ്യത്തിനെ നല്ല രീതിക്ക് തന്നെ മോശമായിട്ട് ബാധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാഹനം റിവേഴ്സ് എടുക്കും പല സാഹചര്യങ്ങളിൽ നിന്നും. ഇപ്പോൾ ചിലപ്പോൾ സൈഡ് വാഹനം ഉണ്ടാവും, അല്ലെങ്കിൽ സൈഡിലൊരു മരം ഉണ്ടാവും. നമ്മളിപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റോഡിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും ഉള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ അവർ കൈകൊണ്ട് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ഓരോരോ മുദ്രകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, പുറകോട്ട് എടുത്തോളാനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ആ പുറകിൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല പുറകോട്ട് എടുക്കാമെന്നുള്ള കാര്യം. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാഹനം നിങ്ങളതാണ്. അതുപോലെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാലും അതിന് പൈസ ചിലവാക്കേണ്ടതും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡ്രൈവറാണ് ഒരു വണ്ടിയുടെ ടോട്ടൽ കൺട്രോൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കാതെ നമ്മൾക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെയൊക്കെ മിററുണ്ട്, ഇവിടെ മിററുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സെൻറ്ററിൽ മിററുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തും നമുക്ക് മിറർ കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള മിററുകളൊക്കെ നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് ഡ്രൈവർക്ക് ആരെ സഹായവും ഇല്ലാതെ തന്നെ നമുക്ക് വാഹനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിററൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മിററുകളുടെ സഹായത്തോടു കൂടിയും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യത്തോടു കൂടിയും നമ്മൾ വാഹനം ഓടിക്കുക. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാഹനത്തിന് പറ്റുന്ന കേടുപാടുകൾ. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയോട് ഒരാൾ പറഞ്ഞ് കാർ റിവേഴ്സ് എടുക്കുമ്പോൾ തട്ടിയാൽ പറയണം. അതിൽ സത്യത്തിൽ പറഞ്ഞാൽ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആ കുട്ടിയോട് പറഞ്ഞത് തട്ടുമ്പോൾ പറയണം എന്നാണ്. അതുപോലെ തന്നെ ആ കുട്ടി പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. കാർ റിവേഴ്സ് എടുത്ത സമയത്ത് കാർ തട്ടിയപ്പോൾ ആ കുട്ടി പറഞ്ഞു കറക്റ്റായിട്ട് തട്ടിയിട്ടുണ്ട് ഏട്ടാ, നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം വാഹനമാണ്, ചെറിയ രീതിയിലൊരു പെയിൻ്റ് അടിക്കണമെങ്കിൽ പോലും വലിയ രീതിയിലുള്ള എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏതായാലും ഞാൻ അതുപോലെ പറ്റിയൊരു അബദ്ധം ഞാൻ കാണിച്ചു തരാം. എനിക്കല്ല, വേറൊരാൾ ഓടിച്ചപ്പോൾ പറ്റിയൊരു അബദ്ധമാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റൊരു കാറ് എൻ്റെ വണ്ടിക്ക് കൊണ്ടുവന്ന് അടിച്ചൊരു സംഭവമാണ്. അവന് ഇതുപോലെ തന്നെ ആ കാറിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് അവൻ വാഹനം എടുക്കുന്നത്. അവസാനം എൻ്റെ കാറിന് കൊണ്ടുവന്ന് അടിച്ച സമയത്താണ് അവൻ അറിയുന്നു വാഹനം തട്ടി എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോണറ്റ് നമുക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. ബോണറ്റ് നമ്മൾ അത്യാവശ്യം നമ്മുടെ എൻജിൻ റൂം നമ്മൾ വാഷ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വാഷ് ചെയ്യാം, പക്ഷേ ഇതിൻ്റെ ചില പാർട്സുകളിലൊക്കെ നമ്മളങ്ങനെ ഓവറായിട്ട് നമ്മൾ വെള്ളം നമ്മൾ പ്രഷർ വാഷറൊക്കെ ഉപയോഗിച്ച് നമ്മൾ അടിക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി, അതുപോലെ തന്നെ നമ്മുടെ കൂളൻ്റ് വാട്ടർ കാണുന്നുണ്ട്. ഈ കൂളൻ്റ് വാട്ടർ ഈ ഒരു ലെവലിലെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ അതിനൊരു ലൈനുണ്ട്, ഈ ലൈന് വരെയെങ്കിലും നമ്മൾ ഈ കൂളൻ്റ് വാട്ടർ നമ്മൾ വാഹനത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ കാണുന്നതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ അധികം പ്രഷർ കൊടുത്ത് നമ്മൾ വെള്ളം അടിക്കാത്തതായിരിക്കും നല്ലത്. അങ്ങനെ അടിക്കുകയാണെങ്കിൽ വാഹനത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം വരും, സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഓയിലിൻ്റെ ട്രേ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് നല്ലോണം ടൈറ്റ് ആണെന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് ഇതുപോലെ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ഓയിലൊക്കെ ഓക്കെ ആണോ, ഓയിൽ ഓക്കെ ആണെങ്കിലേ നമ്മൾ ഓടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് നമ്മൾ ഇതുപോലുള്ള വയറുകൾ, അതായത് ഇപ്പോൾ സബിൻ്റെ വയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വയറുകൾ നമ്മൾ അത്യാവശ്യം കണക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. കാരണം വാഹനം ഷോർട്ടഡ് ആകാനുള്ള ചാൻസ് ഒരുപാട് അധികമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കച്ചറയൊക്കെ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ എടുത്ത് കളയുക. അപ്പോൾ ഇത് വൈപ്പറിൻ്റെ ടാങ്കാണ് കേട്ടോ. ഈ വൈപ്പർ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമ്മളെ ക്ലീൻ ചെയ്യാനുള്ളൊരു മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അത് കൃത്യമായിട്ട് ഒഴിക്കുക. പറ്റുന്നതും നമ്മൾ ഷാമ്പിൻ്റെ പത നമ്മൾ ഒഴിക്കാണ്ടിരിക്കുക കേട്ടോ. ഷാമ്പാണ് ഭൂരിപക്ഷം ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അത് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും, അത് വാങ്ങി നമ്മൾ ഈ ബോക്സിലേക്ക് ഇടുക കേട്ടോ. ഇനി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മണ്ടത്തരാണ് ബോണറ്റ് അടക്കുന്ന ആ ഒരു രീതി. ഇതുപോലെ കൈവച്ച് നല്ലോണം നമ്മൾ പ്രസ് ചെയ്യും. അങ്ങനെയൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് വിട്ടുകൊടുത്താൽ മതി, ബോണറ്റ് കൃത്യമായി അടഞ്ഞോളും. ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനെ ചെയ്യുന്നത്
നിങ്ങളുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി നിലനിൽക്കാനുള്ള കാരണമാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ കൈവച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വിചാരിക്കും ഒരിക്കലല്ലേ, അങ്ങനെ തുടരെ അവിടെ പെയിൻറ്റ് പോകും നന്നായിട്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഡോർ അടക്കുന്ന രീതിയാണ്. ഈ ഒരു പ്രഷർ മതി ഡോർ അടക്കാൻ, ജസ്റ്റ് ഒന്ന് ഇത് മതി. പല ആൾക്കാരും തെറ്റായ രീതിയിൽ വലിച്ചടക്കാറുണ്ട്. ഡോറിൻ്റെ ആ ഒരു പെഡൽ കംപ്ലൈൻ്റ് ആവാൻ വേറെ എവിടെയും പോണ്ട. അടുത്തതായിട്ട് നമ്മുടെ ഈ മൈക്രോ ഫൈബർ ക്ലോത്താണ് ഞാൻ പറയാൻ വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ 4 എണ്ണെങ്കിലും വേണം. മിനിമം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 4 മൈക്രോ ഫൈബർ ക്ലോത്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് വാഹനം കഴുകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് ഒരു സർവീസ് സെൻ്ററുകളെയും നമ്മൾ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയുകയോ എന്നല്ല. നിങ്ങൾ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന സമയത്ത് അവർ ഈ പറയുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ അവർ യൂസ് ചെയ്യും. അതായത് നമ്മുടെ വിൻഡ് സ്ക്രീനിൽ അതുപോലെ തന്നെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ അത് തന്നെ ബോഡിയിലും ഇടും. അതുപോലെ തന്നെ മറ്റ് പല പാർട്സുകളിലും അവരത് കൈകാര്യം ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിങ്ങിനെ സാരമായിട്ട് തന്നെ ബാധിക്കാനുള്ള വലിയൊരു കാരണമാവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. സർവീസ് സെൻ്ററുകളിൽ കൊടുത്ത് വാഹനം കഴുകണ്ട എന്നല്ല ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. അവർ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളെ വാഹനം ചെയ്യുന്ന സമയത്തും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ മിനിമം നമ്മൾ വീട്ടിൽ തന്നെ ഒരു പ്രഷർ വാഷർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് വാഹനം നമുക്ക് കഴുകാൻ പറ്റും. ഒരു 4 വീലർ ആണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ സർവീസ് സെൻ്ററിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതിൻ്റെ അണ്ടർ ബോഡി, അതായത് അതിൽ അത്യാവശ്യം വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം പോവേണ്ട ചില ഹോളുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിവശത്ത്. അപ്പോൾ ആ അടിവശത്തുള്ള ഹോളുകൾ ചില സമയത്ത് മണ്ണൊക്കെ കയറി അടഞ്ഞു കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 1-2 മാസം കൂടുമ്പോഴൊക്കെ വാഹനം പൊക്കിയതിന് ശേഷം ലിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അണ്ടർ ബോഡി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സർവീസ് സെൻ്ററിലോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളരെ സൂപ്പറായിട്ട് നമ്മുടെ വാഹനം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ മിനിമം 4 മൈക്രോ ഫൈബർ ക്ലോത്തെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. അതായത് നമ്മുടെ വിൻഡ് സ്ക്രീനും അതുപോലെ തന്നെ ബോഡി തുടക്കാനും വേറെ ഐറ്റം വേണം. പിന്നെ അതുപോലെ തന്നെ മറ്റ് പാർട്സുകൾ നമ്മളിപ്പം കാറിൻ്റെ ഉൾവശങ്ങളാണെങ്കിലും സീറ്റുകളാണെങ്കിലും അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ തുടക്കാനായിട്ട് തന്നെ നമുക്ക് ടോട്ടലി 4 എണ്ണം വേണം. ഒരെണ്ണം എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മളെ വാഹനം തുടക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ 4 മൈക്രോ ഫൈബർ ക്ലോത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ കാര്യം നമുക്ക് പേടിക്കാനൊന്നുമില്ല, നല്ല കംഫർട്ടായിട്ട് തന്നെ നിൽക്കും. അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെയിൻറ്റ് മങ്ങാൻ വേണ്ടി തുടങ്ങും. പെയിൻറ്റ് റീപെയിൻറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളൊരു വാഹനം വാങ്ങുന്നതിൻ്റെ തന്നെ ഏതാണ്ട് പകുതിയോളം വില വരും പെയിൻറ്റ് അടിക്കാൻ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ലോകത്ത് കോഴിയാണോ ആദ്യം ഉണ്ടായത് അല്ല മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് പല ആൾക്കാർക്കും. എന്താണെന്ന് വെച്ചാൽ ഈ സ്വിച്ച് നമ്മളിങ്ങനെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ താത്തി ഇത് വലിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ വലിക്കണോ അതോ നമ്മൾ താത്തിയതിന് ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചിടണോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ഇടുകയാണെങ്കിൽ നമ്മൾ ഈ സംഭവം പിടിച്ച് അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ അമർത്തുന്ന ഒരു ബട്ടണാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡ് ബ്രേക്ക് ലോക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ തന്നെ ഇടണം. അപ്പോൾ ഈ ഒരു ശബ്ദത്തോടു കൂടി നമുക്ക് മനസ്സിലാവും ഹാൻഡ് ബ്രേക്ക് എത്രത്തോളം ലോക്കായിട്ടുണ്ടെന്ന്. എന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു നമ്മൾ ബ്രേക്ക് ഇട്ടതിന് ശേഷവും നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനം മുന്നോട്ട് പോകുന്നില്ല അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പവർ കൊടുത്ത് നമ്മൾ എത്രയാണോ അതിന് വേണ്ട ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാഹനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുന്നുള്ള നല്ല രീതിയിലുള്ള കയറ്റായിരിക്കാം, ഇറക്കായിരിക്കാം. അപ്പോൾ ആ സമയത്ത് കാറ് ബാക്കിലോട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടോ പോയി അപകടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾ നിരന്തരം കാണുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും മസ്റ്റാണ് ഈ പറയുന്ന ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. പല ആൾക്കാർക്കും അറിയില്ല, തുടക്കക്കാർക്കാണ് പ്രശ്നം, അവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ അതിൽ കൂടുതലും ലേഡീസാണ്. കാരണം ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ലോക്ക് ആയിട്ടുണ്ടാവില്ല. അവർ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇത്രയൊക്കെ വലിച്ചു വിടും. അപ്പോൾ അവരുടെ വിചാരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനം അവിടെ നിന്നോളുന്നതാണ്. പക്ഷേ വാഹനം ചിലപ്പോൾ മുന്നോട്ട് പോകും, വാഹനത്തിന് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രഷർ ആയിട്ടുണ്ടാവില്ല, ബ്രേക്ക് കറക്റ്റായിട്ട് അപ്ലൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ വാഹനത്തിനെ നിർത്തിക്കാൻ പറ്റുന്നത്, ഓവറായിട്ടല്ല, വാഹനം നിന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ച് നമ്മൾ ടൈറ്റാക്കി വിടണം കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു AC യുടെ
ഈ ഒരു എയർ പുറത്തോട്ട് വരുന്ന ഈ ഒരു നോബ്. ഇപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യണം. അത്യാവശ്യം നമുക്ക് ആമസോണിലൊക്കെ കിട്ടും AC ക്ലീനർ എന്ന് പറഞ്ഞ്. വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ, ഒരു 250 രൂപയോ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങുക. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമാണ്, അപ്പോൾ നമ്മൾ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് പിന്നെ കറകളും പോയി നല്ല ക്ലീൻ ആവും. പ്രത്യേകം ശ്രദ്ധിക്കണം, വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. പല ആൾക്കാർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ AC ഓൺ ആക്കിയതിന് ശേഷം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കൃത്യമായ രീതിയിൽ വാഹനം ഓഫ് ചെയ്ത സമയത്ത് മാത്രം ഇതിൻ്റെ അകത്തോട്ട് കംപ്ലീറ്റ് അടിച്ച് ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ എത്ര നോബുണ്ട് ടോട്ടലി നമുക്കിപ്പം 1, 2, 3 ഡ്രൈവറെ സീറ്റിൻ്റെ അവിടെ ഒന്നുണ്ടാവും. ടോട്ടൽ 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ 4 നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറയെല്ലാം പോയി നല്ല ഫ്രഷ് എയർന്ന് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ പറ്റും. അത് നമ്മുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തും കേട്ടോ. ഇതൊരു കാര്യം മസ്റ്റായിട്ട് പറയാം, ഇനി നമ്മളെക്കാൾ അറിവുള്ള ഒരുപാട് പണ്ഡിതന്മാർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ഏതെങ്കിലും ഏട്ടന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നാൽ ഞാൻ അതും കാര്യമാക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംഭവം തോന്നും, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ തൊണ്ട കീറി ഈ സംഭവം പറയുന്നതെന്നുള്ള കാര്യം. എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അറിവുള്ള ആളാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കൂടുതൽ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ടും പറഞ്ഞു തരാം കേട്ടോ. അത് ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിവ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ കാര്യവും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാർക്കും ആയിരിക്കും എന്നേക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എന്നോട് ഇങ്ങോട്ടും പറഞ്ഞു തരാം നിങ്ങൾക്ക് അറിയുന്ന ഓരോ ടിപ്സ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചു, അതിന് ഇത്രയും തലപുകഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും. അങ്ങനെ തലപുകഞ്ഞ് നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനവും. അതിൻ്റെ ക്ലീനിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഓയിൽ ചേഞ്ചിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അത് എത്രത്തോളം രീതിയിൽ നമ്മൾ കൊണ്ടു കിടക്കണമെന്നും അതിന് കേടുപാട് പറ്റാതെ നമ്മൾ കൊണ്ടു കിടക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ കാറ് പുറകോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ തരത്തിലുള്ള വലിയ കാര്യമല്ല. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചാൽ തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഡ്രൈവിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വലിയൊരു കാര്യമൊന്നുമല്ല, അത് ചെറിയൊരു കാര്യമാണ്. നിങ്ങളത് ശ്രദ്ധിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം. ഒരുമിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ വലിയൊരു കാര്യമാണെന്നുള്ള കാര്യം. വളരെ ലാഘവത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ രാവിലെ നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യം പോലെ തന്നെയാണ് വാഹനങ്ങൾ. പിന്നെ നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണത്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കഴുകാനും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ക്ലീൻ ആക്കാനൊന്നും. കാരണം അത്തരത്തിൽ ചെയ്താൽ അത് ആർക്കാണ് ഉപകാരം? വാഹനത്തിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനാണ് അത് ഉപകാരം. നമ്മൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എല്ലാ സമയത്തും ഇരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനവും ക്ലിയർ ആയിരിക്കണം. ഗ്ലാസ് മാത്രം നോക്കുക, നമ്മളാരെയും വിശ്വസിക്കണ്ട. ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മുടെ റിയർ വ്യൂ, അതിനാണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ റിവേഴ്സോ ഫ്രണ്ടോ നമ്മൾ എടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ വാഹനം ഓടിക്കുന്നതാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് പണിയെടുക്കാനുള്ള പൈസയും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കരുതി വെച്ചോ. അത്രേ പറയാനുള്ളൂ. വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരാളെയും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. കാരണം ഏറ്റവും നമ്മൾ അറിയാവുന്ന പറയുന്ന ആൾ തന്നെയായിരിക്കും ചിലപ്പം പറ്റും. അത് അവരുടെ മിസ്റ്റേക്കൊന്നുമല്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം തട്ടിക്കണം എന്ന് വിചാരിച്ച് അവർ പറയുന്നൊന്നായിരിക്കില്ല. പക്ഷേ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ശരി.